Hello, good morning. All of you, welcome to our plus 2 accountancy class. Last few days we discussed in accountancy, accounting for not-for-profit organization, how to prepare receipt and payment account and income and expenditure account. Today we have to discuss income and expenditure account and balance sheet. പ്ലസ് ടു അക്കൗണ്ടൻസിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. 8 മാർക്കിന് നിരന്തരം പബ്ലിക് എക്സാമിന് ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റും കൂടെ തയ്യാറാക്കാനുള്ള ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള ഒരു ചോദ്യം എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ്. ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ നമ്മൾ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യനില് ഫ്രം ദ ഫോളോയിങ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് എ ഗാലക്സി ക്ലബ്, ഇത് ഗാലക്സി ക്ലബിന്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമുക്ക് നൽകിയിരിക്കുന്നു. പിന്നീട് ഏതാനും വിവരങ്ങൾ: സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ 2015 4,000 and at the end of 2016 6,000. Salary outstanding 31st December 2015 and 16 2,000 and 2,500 യഥാക്രമം നൽകിയിരിക്കുന്നു. ക്യാപിറ്റൽ ഫണ്ട് 46,500 എന്ന് നൽകിയിരിക്കുന്നു. പിന്നീട് ഓൺ 31st December 2015 ഇൻവെസ്റ്റ്മെന്റ് 12,000, ഫർണിച്ചർ 10,000, ബാറ്റ് ആൻഡ് ബോൾ 20,000. Prepare income and expenditure account for the year ended 31st December 2016 and the balance sheet as on that date after depreciations of furniture 20% and bat and ball 25%. ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഏതാനും അഡ്ജസ്റ്റ്മെന്റുകളും അതോടൊപ്പം തന്നെ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് വേണ്ട വിവരങ്ങളും ഡിപ്രീഷിയേഷനും നൽകിയിട്ടുണ്ട്. നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ വരക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. ഇവിടെ അതേപോലെയുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2016 എന്ന് കൊടുത്തുകൊണ്ട് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുക. ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ റെസിപ്റ്റ് സൈഡിലുള്ളത് റവന്യൂ ഐറ്റത്തെ ഇൻകം സൈഡിലേക്കും പേയ്മെന്റ് സൈഡിലുള്ള റവന്യൂ ഐറ്റങ്ങളെയൊക്കെ എക്സ്പെൻഡിച്ചർ സൈഡിലേക്കും നമ്മൾ കാണിക്കണം. അങ്ങനെ കാണിക്കുമ്പോൾ പേയ്മെന്റ് സൈഡിലെ ആദ്യത്തെ ഐറ്റം ആയിട്ടുള്ള മാച്ച് എക്സ്പെൻസിനെ എങ്ങനെ നമ്മൾ പരിഗണിക്കും എന്നുള്ളതാണ്. മാച്ച് എക്സ്പെൻസ് എടുക്കുന്ന സമയത്ത് മാച്ച് ഫണ്ട് എന്ന് റെസിപ്റ്റ് സൈഡിലും മാച്ച് എക്സ്പെൻസ് പേയ്മെന്റ് സൈഡിലും തന്നു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ മാച്ച് ഫണ്ടിൽ നിന്നും മാച്ച് എക്സ്പെൻസിനെ കുറച്ച് കാണിച്ചാൽ മതി. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടതില്ല. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ പ്രിന്റിംഗ് ആണ്. പ്രിന്റിംഗ് റവന്യൂ ഐറ്റം ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എക്സ്പെൻഡിച്ചർ സൈഡില് പ്രിന്റിംഗ് എന്ന് കാണിക്കുക 9,600 എന്ന് കാണിക്കാം. പിന്നീട് സാലറി ആണ്. സാലറി 24,000 ആണ്. എന്നാൽ സാലറിയെ കുറിച്ച് അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് 31st December 2015 and 16 2,000 and 2,500 respectively. 2015-ലും 16-ലും 2,000-ഉം 2,500-ഉം എന്ന് യഥാക്രമം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2015-ലേത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, 2016-ലേത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗിനാണ്. അതുകൊണ്ട് തന്നെ സാലറിയോടുകൂടെ ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് 2016 2,500-ന് ആഡ് ചെയ്യുമ്പോൾ 26,500 എന്ന് ലഭിക്കുകയും അതിൽ നിന്നും ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ലെസ് ഔട്ട്സ്റ്റാൻഡിംഗ് 2015 2,000 26,500-ൽ നിന്നും 2,000 കുറച്ചു കഴിഞ്ഞിട്ട് 24,500 എന്നുള്ള തുകയാണ് നമ്മൾ സാലറി ഇനത്തിൽ കാണിക്കേണ്ടത്. പിന്നീട് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് റവന്യൂ ഐറ്റം ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് 3,800 എന്ന് നമുക്ക് നൽകിയതിനെ കാണിക്കണം. പിന്നീട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഫിക്സ്ഡ് അസറ്റ് ആണ്. അതിനെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. പിന്നീട് ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ ആണ്. ന്യൂസ് പേപ്പർ റിക്കറിംഗ് നേച്ചർ ആണ്. റവന്യൂ ഐറ്റം ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണം. ന്യൂസ് പേപ്പർ 750 എന്നുള്ള എമൗണ്ടിനെ കാണിക്കുക. പിന്നീട് ബാറ്റ് ആൻഡ് ബോൾ ആണ്. ബാറ്റ് ആൻഡ് ബോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ടേം പർപ്പസ് അഥവാ ക്യാപിറ്റൽ ഐറ്റം ആണ്. ഫിക്സഡ് അസറ്റ് ആണ്. ലോങ് ടേമിന് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. പിന്നീട് നമ്മൾ റെസിപ്റ്റ് സൈഡിലേക്ക് വരുമ്പോ
അവിടെ ബാലൻസ് ബി ബോഡി എന്ന് കാണാം. അത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് കാണിക്കുന്ന ഐറ്റം ആണ്. പിന്നീട് സബ്സ്ക്രിപ്ഷൻ ഇൻകം ആണ്, റിക്കറിംഗ് നേച്ചർ ആണ്. അതിനെ നമ്മൾ ആദ്യമായിട്ട് കാണിക്കണം. സബ്സ്ക്രിപ്ഷൻ 56,400 എന്നുള്ള തുക കാണിക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ 2015 2015 സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ അത് ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ ആണ്. 4,000 അതിനെ ലെസ് ചെയ്യണം. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് 2016 6,000 ആണ്. 2016 6,000 അത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അതിനെ ആഡ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ 56,400 ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് 2016 600. അങ്ങനെ 56,400 കൂടെ നമ്മൾ 6,000 ആഡ് ചെയ്യുമ്പോൾ 62,400 എന്നുള്ള ഒരു തുക നമുക്ക് ലഭിക്കും. അതിൽ നിന്നും ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 2015 4,000 ലെസ് ചെയ്യുമ്പോൾ 58,400 എന്നുള്ള തുക ലഭിക്കും. പിന്നീട് നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് റവന്യൂ ഐറ്റം ആണ്, റിക്കറിംഗ് നേച്ചറിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇൻകം സൈഡിൽ നമ്മൾ ഇൻട്രസ്റ്റ് 300 എന്ന് കാണിക്കുന്നു. പിന്നീട് ഡൊണേഷൻ ആണ്. ഡൊണേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 പോയിന്റുകൾ. ഒന്ന്, ഡൊണേഷൻ ജനറൽ പർപ്പസിനുള്ളതാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും, അതേപോലെ ഡൊണേഷനും ഗ്രാൻഡും ഒക്കെ സ്പെസിഫിക് പർപ്പസ് ആണെങ്കിൽ അതിനെ ബാലൻസ് ഷീറ്റിലും ലാബിലിറ്റി ആയിട്ടുമാണ് കാണിക്കേണ്ടത്. അപ്പൊ ഗ്രാൻഡ്, ഡൊണേഷൻ എന്നിവ ജനറൽ പർപ്പസിനാണെങ്കിൽ ഇൻകം അത് താരതമ്യേന കുറവായിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. ഒരു സ്പെസിഫിക് പർപ്പസിനുള്ള വലിയ തുകകളൊക്കെ തരുമ്പോൾ അതിനെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലുമാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് എന്നുള്ള ഈ ഒരു ഐറ്റത്തെ നമ്മൾ ഡൊണേഷൻ 6,000 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് എന്നുള്ള തുകയെ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കുന്നു. പിന്നീട് മാച്ച് ഫണ്ട് ആണ്. മാച്ച് ഫണ്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ലയബിലിറ്റി സൈഡിൽ മാച്ച് ഫണ്ടിൽ നിന്നും മാച്ച് എക്സ്പെൻസിനെ കുറച്ചിട്ട് കാണിക്കണം. പിന്നീട് അതർ റെസിപ്റ്റുകളാണ്. അതർ റെസിപ്റ്റ് റവന്യൂ ഐറ്റം ആണ്. അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അതർ റെസിപ്റ്റ് ആയിട്ട് 430 എന്ന് കാണിക്കാം. പിന്നീട് സെയിൽസ് ഓഫ് ന്യൂസ് പേപ്പർ. നമ്മളെ കയ്യിലുള്ള ഓൾഡ് ന്യൂസ് പേപ്പറിനെ നമ്മൾ വിറ്റ് കിട്ടുന്ന ക്യാഷ് ആണ്. അത് താരതമ്യേന കുറഞ്ഞ എമൗണ്ട് ആണ്. സെയിൽസ് ഓഫ് ന്യൂസ് പേപ്പർ റവന്യൂ ഐറ്റം ആണ്. അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ ക്വസ്റ്റ്യന്റെ എൻഡിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ് ആഫ്റ്റർ ദ ഡിപ്രീഷിയേഷൻസ് ഓഫ് ഫേർണിച്ചർ ആൻഡ് ബാറ്റ് ആൻഡ് ബോൾ. അപ്പൊ ഫേർണിച്ചറിന്റെയും ബാറ്റ് ആൻഡ് ബോളിന്റെയും ഒക്കെ ഡിപ്രീഷിയേഷൻ കഴിഞ്ഞിട്ടുള്ള തുകയാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് ഡിപ്രീഷിയേഷൻ ഉണ്ട്. അപ്പൊ നമ്മള് ഡിപ്രീഷിയേഷന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീഷിയേഷൻ എന്ന് കാണിക്കുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫേർണിച്ചറിന്റെ 20% ആണ്. അപ്പൊ ഫേർണിച്ചർ ഇനത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള എമൗണ്ട് 10,000 ആണ്. ഫേർണിച്ചർ 10,000 into 20 divided by 100 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 2,000 എന്നുള്ള ഒരു തുക ലഭിക്കും. അപ്പൊ ഫേർണിച്ചറിന്റെ ഡിപ്രീഷിയേഷൻ 10,000 മുകളിൽ 20% കണ്ടാൽ 2,000 എന്നുള്ള എമൗണ്ട് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ബാറ്റ് ആൻഡ് ബോൾ 25% ആണ്. അപ്പൊ നമ്മൾ ബാറ്റ് ആൻഡ് ബോളിന്റെ 25% കാണാം. ഇവിടെ ബാറ്റ് ആൻഡ് ബോൾ എന്ന് പറഞ്ഞിട്ട് 32,000 ഉണ്ട്. സെയിം വേല നമ്മൾ നോക്കുന്ന സമയത്ത് ബാറ്റ് ആൻഡ് ബോൾ എന്ന് പറഞ്ഞിട്ട് 2050 20,000 ഉണ്ട്. അപ്പൊ രണ്ടിന്റെയും ഡിപ്രീഷിയേഷൻ കാണാം. നേരത്തെ ഉള്ളതിന്റെ ഡിപ്രീഷിയേഷൻ കണ്ടുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഈ വർഷത്തേതിന്റെയും കൂടെ ഡിപ്രീഷിയേഷൻ കാണണം. അപ്പൊ മൊത്തത്തില് 20,000 പ്ലസ് 32,000 52,000 ഉണ്ടാവും. അതിന്റെ 25 ഡിവൈഡഡ് ബൈ 100 കണ്ടു കഴിഞ്ഞാൽ 13,000 എന്നുള്ള തുക ലഭിക്കും. അപ്പോൾ നമ്മൾ ഡിപ്രീഷിയേഷനും കണ്ടു കഴിഞ്ഞു. പിന്നീട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ബാലൻസ് ചെയ്യാനുള്ള സ്ഥലം വിട്ടുകൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാം. ഏത് സൈഡിലാണോ കൂടുതലുള്ളത് അതിനെ രണ്ട് സൈഡിലും കാണിക്കുക. ഇവിടെ നമ്മൾ ഇൻകം സൈഡില് 65,230 എന്നുള്ള ഒരു എമൗണ്ട് കിട്ടുന്നു. അതാണ് ഈ എക്സ്പെൻഡിച്ചർ സൈഡിനെക്കാട്ടിലും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ 65,230 എന്ന രണ്ട് ഭാഗത്തും കാണിക്കുക. എന്നിട്ട് 65,230 നിന്നും ഇവിടെ നമ്മൾ കൂട്ടിയിട്ട് കിട്ടുന്ന എമൗണ്ടിനെ കുറക്കുമ്പോൾ നമുക്ക് 11,580 എന്നുള്ള ഒരു എമൗണ്ട് കിട്ടും. ഇത് നമുക്കറിയാം ഇൻകം സൈഡിലാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ദിസ് ദ
എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചറിനെക്കാട്ടിലും കൂടുതലുള്ള ഇൻകം ആണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സർപ്ലസ്. അപ്പൊ സർപ്ലസ് ആയിട്ട് 11,580 എന്നുള്ള തുക നമുക്ക് ലഭിച്ചു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പൂർത്തീകരിച്ചു. ഏറെക്കുറെ ഒരു പകുതിയിലധികം മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു കഴിഞ്ഞു. പിന്നീട് നമുക്ക് ബാലൻസ് ഷീറ്റ് വരക്കണം. ബാലൻസ് ഷീറ്റ് വരക്കുമ്പോൾ സാധാരണ നിങ്ങൾ പ്ലസ് 1 പഠിച്ച അതുപോലെയുള്ള ഒരു ബാലൻസ് ഷീറ്റ് വരക്കുക. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 ഡിസംബർ 2016 എന്ന് കാണിക്കുക. ബാലൻസ് ഷീറ്റിന്റെ ഡെബിറ്റ് സൈഡിൽ ലാബിലിറ്റിയും ക്രെഡിറ്റ് സൈഡിൽ അസറ്റുകളും കാണിക്കാം. പിന്നീട് നമ്മൾ അസറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ആദ്യമേ കൺസിഡർ ചെയ്യേണ്ടത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലെ ക്യാഷ് ഇൻ ഹാൻഡ് ആണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലെ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് കാണിക്കണം. അപ്പോ 80,780 എന്ന് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. പിന്നീട് നമ്മൾ പ്ലസ് 1 പഠിച്ച അതേപോലെ തന്നെയാണ് ഇൻകത്തിന് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടാവുമ്പോൾ അത് കറന്റ് അസറ്റ് ആണ്. ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, അത് കറന്റ് അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ എന്ന് കാണിച്ചുകൊണ്ട് 6,000 കാണിക്കാം. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങിനെ മാത്രം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ് വരിക. പിന്നീട് അസറ്റുകളായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് 30,000 ഉണ്ട്. അതുപോലെ തന്നെ 2015 12,000 ഉണ്ട്. അപ്പൊ മൊത്തത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 42,000 ആണ്. 12,000 പ്ലസ് 30,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 42,000 എന്നുള്ള എമൗണ്ട് ലഭിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഫേർണിച്ചർ ഉണ്ട്. ഫേർണിച്ചറിന്റെ തുക 10,000 ആണ്. അതിൽ നിന്നും നമ്മൾ ഡിപ്രീഷിയേഷൻ, ബാലൻസ് ഷീറ്റിൽ എപ്പോഴും നമ്മൾ ഡിപ്രീഷിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് കാണിക്കേണ്ടത്. ഫേർണിച്ചർ 10,000 ലെസ് ഡിപ്രീഷിയേഷൻ 2,000. 10,000 നിന്നും 2,000 കുറച്ചു കഴിഞ്ഞാൽ 8,000 എന്നുള്ള ഒരു എമൗണ്ട് നമുക്ക് ലഭിക്കുന്നു. പിന്നീട് ബാറ്റ് ആൻഡ് ബോൾ ആണ്. ബാറ്റ് ആൻഡ് ബോൾ എടുക്കുമ്പോൾ ഇവിടെ 2016 32,000 ഉണ്ട്. 2015 20,000 ഉണ്ട്. ടോട്ടൽ ബാറ്റ് ആൻഡ് ബോൾ എന്നുള്ള ഇനത്തിൽ 52,000 ആണ് ലഭിക്കുക. 52,000 അതിന്റെ 25% ഡിപ്രീഷിയേഷൻ ആണ്. അതുകൊണ്ട് തന്നെ 52,000 ഇൻറ്റു 25/100 കണ്ടു കഴിഞ്ഞാൽ 13,000 നേരത്തെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ആ ഒരു തുക 52,000 നിന്നും ലെസ് ചെയ്യുമ്പോൾ 39,000 എന്നുള്ള ഒരു തുക നമുക്ക് ലഭിക്കുന്നു. അപ്പോ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് നമ്മൾ പൂർത്തീകരിച്ചു. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലേക്ക് പോകുമ്പോൾ നേരത്തെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കറന്റ് അസറ്റ് ആയിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിച്ചു. ഇവിടെ നമുക്ക് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് 2060 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന എക്സ്പെൻസ് അത് നമ്മളുടെ കറന്റ് ലയബിലിറ്റി ആണ്. അതിനെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 2,500 എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കണം. പിന്നീട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാച്ച് ഫണ്ടിൽ നിന്നും 10,000, അതിൽ നിന്നും മാച്ച് എക്സ്പെൻസ് 6,800 കുറച്ച് കാണിക്കുമ്പോൾ 3,200 എന്നുള്ള തുക ലഭിക്കുന്നു. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡൊണേഷൻ ഫോർ ബിൽഡിങ്ങിനെ നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അതുകൊണ്ട് തന്നെ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട് 15,000 അതിനെയും കാണിച്ചു കഴിഞ്ഞു. പിന്നീട് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് ആണ്. ക്യാപിറ്റൽ ഫണ്ട് 46,500 ആണ്. 46,500 കൂടെ നമ്മൾ സർപ്ലസ് ആഡ് ചെയ്യണം. പ്ലസ് 1 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരച്ച സമയത്ത് ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിനോടുകൂടെ ആഡ് നെറ്റ് പ്രോഫിറ്റ് എന്ന് ചെയ്തിരുന്നു. അതേ ഒരു മാർഗത്തിൽ ഇവിടെ നമ്മൾക്ക് ക്യാപിറ്റൽ അല്ല, ക്യാപിറ്റൽ ഫണ്ട് ഉണ്ട്. ആ ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടെ സർപ്ലസ് ആഡ് ചെയ്യണം. അപ്പൊ നമ്മള് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ അകത്ത് സർപ്ലസ് 11,580 എന്നുള്ള തുക കണ്ടുവച്ചിട്ടുണ്ട്. അത് ക്യാപിറ്റൽ ഫണ്ട് 46,500 കൂടെ ആഡ് ചെയ്യുമ്പോൾ 58,080 എന്നുള്ള ഒരു തുക ലഭിക്കുന്നു. പിന്നീട് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ഷീറ്റിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി ആണ്. രണ്ട് ഭാഗത്തും തുല്യമാണ്. 1,30,780 1,13,780 എന്നുള്ള ഒരു തുക ലഭിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ പൂർത്തീകരിച്ചു. ഇതിനോട് കൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് 4 മാർക്കിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കൂടെ വളരെ ലളിതമായിട്ട് പറയാണ്. ചിലപ്പോൾ നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ ഫണ്ട് നൽകാതിരിക്കാം. അങ്ങനെയെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട് എങ്ങനെ കണ്ടെത്തും? നേരത്തെ നമ്മൾ പ്ലസ് 1 നിന്നും
ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരച്ചുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ അസറ്റും നൽകിയിട്ടുള്ള ലാബിലിറ്റിയെ ഡെബിറ്റ് സൈഡിലും വെച്ചുകൊണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ കിട്ടുമായിരുന്നു. ഇവിടെ അതേ ഒരു മാർഗം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്താം. ക്യാപിറ്റൽ ഫണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അസറ്റുകളൊക്കെ അസറ്റ് സൈഡിലും ലാബിലിറ്റിയും എഴുതിക്കൊണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ട് ലഭിക്കും. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് 2500 കാണിക്കാം. പിന്നീട് 2015 സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ വർഷത്തെ അസറ്റ് ആണ്, കറന്റ് അസറ്റ് ആണ്. അതിനെ സബ്സ്ക്രിപ്ഷൻ 2050 ആ എമൗണ്ടിനെ കാണിക്കുക. പിന്നീട് അസറ്റുകളായിട്ട് 2050 ഇൻവെസ്റ്റ്മെന്റ്, ഫർണിച്ചർ, ബാറ്റ് ആൻഡ് ബോൾ എന്നിവ അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിൽ ആകെ 2015 ലയബിലിറ്റി ആയിട്ട് 2015 ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. 2015 2000 ആണ്. അതിനെയും കാണിച്ചുകൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടുന്ന തുകയാണ് ക്യാപിറ്റൽ ഫണ്ട്. അപ്പൊ അതും കൂടെ ഇതിനോടുകൂടെ പഠിച്ചു. ഇത് നിങ്ങൾ ആദ്യമേ ഒരു ക്വസ്റ്റ്യനുകളൊക്കെ പുസ്തകത്തിനകത്ത് എഴുതിയെടുത്തുകൊണ്ട് പറഞ്ഞത് 2-3 തവണ ആവർത്തിച്ച് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സുകളുമായിട്ട് വീണ്ടും എത്തും. അതുവരെ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.